നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് ദ ഫോളോയിങ് LPP ഗ്രാഫിക്കലി. മാക്സിമൈസ് ആൻഡ് മിനിമൈസ് z ഈക്വൽസ് 3x plus 9y subject to the constraints x plus 3y less than or equal to 60, x plus y greater than or equal to 10, x less than or equal to y, x and y greater than or equal to 0. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഏത് പോയിന്റിലാണ് മാക്സിമം വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യുന്നത്, അതേപോലെ തന്നെ ഏത് പോയിന്റിലാണ് മിനിമം വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യുന്നത്, ഈ രണ്ട് കാര്യങ്ങളും നമ്മളിവിടെ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് കൺസ്ട്രെയിൻസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടുത്തെ ഫസ്റ്റ് കൺസ്ട്രെയിൻ എന്താ? എക്സ് പ്ലസ് 3y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60. പിന്നെ ഈക്വാലിറ്റിക്ക് പകരം ഈക്വാലിറ്റി എഴുതാം. എക്സ് പ്ലസ് 3y ഈക്വൽ 60. ഇനി നിങ്ങൾ പോയിന്റ്സ് കണ്ടുപിടിക്കുക. എക്സ് 0 ആകുമ്പോൾ y എന്ത് കിട്ടും? 3y ഈക്വൽ 60. അപ്പോൾ y ഈക്വൽസ് 60/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 20 അല്ലേ? ഇനി y 0 ആകുമ്പോൾ എക്സ് എന്ത് കിട്ടും? y 0 ആകുമ്പോൾ എക്സ് ഈക്വൽസ് 60. അപ്പോൾ നമ്മുടെ പോയിന്റ്സ് ഏതൊക്കെയാണ്? 0, 20 ആൻഡ് 60, 0. അടുത്ത കൺസ്ട്രെയിൻ എടുക്കാം. എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10. ഇനി ഈക്വാലിറ്റിക്ക് പകരം ഈക്വാലിറ്റി എഴുതാം. എക്സ് പ്ലസ് വൈ ഈക്വൽസ് 10 എന്ന് കിട്ടും. ഇനി പോയിന്റ്സ് കണ്ടുപിടിക്കുക. എക്സ് 0 ആകുമ്പോൾ വൈ എന്താണ്? എക്സ് 0 ആകുമ്പോൾ വൈ ഈക്വൽസ് 10. ഇനി വൈ 0 ആകുമ്പോൾ എക്സ് എന്താണ്? എക്സ് ഈക്വൽസ് 10. അപ്പോൾ നമ്മുടെ പോയിന്റ്സ് ഏതൊക്കെയാണ്? 0, 10 ആൻഡ് 10, 0. 10, 0. അടുത്ത കൺസ്ട്രെയിൻ എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. അപ്പോൾ ഇവിടെയും ഇനീക്വാലിറ്റിക്ക് പകരം ഈക്വാലിറ്റി വരുമ്പോൾ എക്സ് ഈക്വൽസ് വൈ ആണ് കിട്ടുക. ഇതിൻ്റെ ഗ്രാഫ് നിങ്ങൾക്ക് അറിയാം. ഇത് ഏത് ഫംഗ്ഷനാണ്? ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണ് അല്ലേ? ഇവിടെ എക്സ് 1 ആകുമ്പോൾ വൈയും 1, എക്സ് 2 ആകുമ്പോൾ വൈയും 2, എക്സ് 3 ആകുമ്പോൾ വൈയും 3. എക്സ് 30 ആണെങ്കിൽ വൈയും എന്തായിരിക്കും? 30 ആയിരിക്കും. ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരിക? ഓക്കെ, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഇപ്പം എക്സ് 1 ആകുമ്പോൾ വൈയും 1, എക്സ് 2 ആകുമ്പോൾ വൈയും 2. അപ്പം ഇങ്ങനെ ഒറിജിനിൽ കൂടെ പാസ് ചെയ്യണ ഈ സ്ട്രെയിറ്റ് ലൈനാണ് എക്സ് ഈക്വൽസ് വൈ. അപ്പം ഇതിൻ്റെ ഗ്രാഫ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിനെന്താ പറയുക നമ്മൾ? ഐഡൻറ്റിറ്റി ഫങ്ഷൻ അല്ലേ? ഇനി നെക്സ്റ്റ് കൺസ്ട്രെയിൻ എന്താ? എക്സ് ആൻഡ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? അപ്പോൾ നമ്മൾ ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കുമ്പോൾ ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് മാത്രം ഷെയ്ഡ് ചെയ്താൽ മതി. ഇങ്ങോട്ടേക്കൊന്നും ഷെയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. അപ്പോൾ നമുക്ക് പോയിൻറ്റ്സ് ഒക്കെ ഇവിടെ പ്ലോട്ട് ചെയ്യാം. അപ്പോൾ 0, 20. എക്സ് 0, വൈ 20. ഇതാണ് ആ പോയിൻറ്റ് 0, 20. നെക്സ്റ്റ് വൺ ഇസ് 60, 0. എക്സ് 60, വൈ 0. ഇതാണ് ആ പോയിൻറ്റ്. ഈ രണ്ട് പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്തുകൊണ്ട് ലൈൻ വരയ്ക്കുക. ആൻഡ് ഈ ലൈനിൻ്റെ പേരാണ് എക്സ് പ്ലസ് 3y ഈക്വൽസ് 60. ഇനി നമുക്ക് ഏത് റീജിയനാണ് ഷെയ്ഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇവിടുത്തെ ഇനീക്വാലിറ്റി എന്താണ്? എക്സ് പ്ലസ് 3y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ലൈനിൽ അല്ലാത്ത ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുക്കുക. വേണമെങ്കിൽ ഇവിടുത്തെ പോയിൻ്റ് എടുക്കുക, അല്ലെങ്കിൽ ഇവിടുത്തെ പോയിൻ്റ് എടുക്കുക. ഇഷ്ടമുള്ള ഒരു പോയിൻ്റ് എടുക്കുക. അപ്പം ഞാൻ എടുക്കുകയാണ് 0, 0. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പം നമുക്ക് എന്താ കിട്ടുക? ഇവിടെ എക്സിൻ്റെ പ്ലേസിലും വൈയുടെ പ്ലേസിലും 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ 0 പ്ലസ് 3 ഇൻറ്റു 0 അതെന്താണ്? 0. ദാറ്റ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 എന്ന് കിട്ടി. അതെന്താ? കറക്റ്റാണ് അല്ലേ? 0 60നേക്കാട്ടും ചെറുതാണ്. അപ്പോൾ 0, 0 എവിടെയാണ് ഉള്ളത് അങ്ങോട്ടേക്കാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ലൈനിൻ്റെ താഴേക്കാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്ത പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യാം. 0, 10. എക്സ് 0, വൈ 10. ഇതാണ് ആ പോയിൻറ്റ് 0, 10. അടുത്തത് 10, 0. എക്സ് 10, വൈ 0. ഇതാണ് 10, 0. ഈ രണ്ട് പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്തുകൊണ്ട് ലൈൻ വരയ്ക്കുക. ആൻഡ് ഈ ലൈനിൻ്റെ പേരാണ് എക്സ് പ്ലസ് വൈ ഈക്വൽസ് 10 അല്ലേ? ഇനി ഈ ലൈനിൻ്റെ ഏത് പോർഷനാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്? താഴെയാണോ മുകളിലാണോ? നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഈ ലൈനിൽ അല്ലാത്ത ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുക്കുക.
അപ്പം ഞാൻ എടുക്കുകയാണ് 0 0, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇവിടുത്തെ ഇനീക്വാലിറ്റി എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്. ഇവിടെ ഞാൻ ഈ 0 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പം നമുക്ക് എന്താ കിട്ടുക? 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 എന്നാണ് കിട്ടുക. അതെന്താണ്? തെറ്റാണ് അല്ലേ? 0 10-നേക്കാട്ടും ചെറുതാണ്. അപ്പോൾ 0 0 ഈ ലൈനിൻ്റെ താഴെയുള്ള പോയിന്റ് ആയിരുന്നു. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് തെറ്റാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ലൈനിൻ്റെ മുകളിലുള്ള ഈ പോർഷനാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 0 0 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കറക്റ്റാണ് കിട്ടിയതെന്ന് വെച്ചാൽ എവിടെയാണോ 0 0 ഉള്ളത് അങ്ങോട്ടേക്ക് ഷെയ്ഡ് ചെയ്യുക. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് തെറ്റാണ് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്കാണ് നിങ്ങൾ ഷെയ്ഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് എക്സ് ഈക്വൽസ് വൈ. ഇതിൻ്റെ ലൈൻ എങ്ങനെയാണ് വരിക? ഈ 0 0 കൂടെ പാസ് ചെയ്യണ ലൈനാണ് വരിക അല്ലേ? എക്സ് 10 ആകുമ്പോൾ വൈയും 10 ആണ്. എക്സ് 20 ആകുമ്പോൾ വൈയും 20 ആണ്. എക്സ് 30 ആകുമ്പോൾ വൈയും 30 ആണ് അല്ലേ? അപ്പോൾ ഈ 0 0 കൂടെ പാസ് ചെയ്യണ ഈ ലൈനാണ് നമ്മുടെ എക്സ് ഈക്വൽസ് വൈ. അപ്പം അത് വരച്ചിട്ടുണ്ട്. ഇനി ഈ ലൈനിൻ്റെ ഏത് പോർഷനാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്? അപ്പർ പോർഷനാണോ ലോവർ പോർഷനാണോ? അതെങ്ങനെ കണ്ടുപിടിക്കുക? എന്താ ചെയ്താൽ മതി? നമ്മൾ മുമ്പ് ചെയ്യണ പോലെ തന്നെ ഈ ലൈനിൽ അല്ലാത്ത ഒരു പോയിന്റ് എടുക്കുക. ഇവിടെ നമുക്ക് ഈ 0 0 എടുക്കാൻ പറ്റില്ല. എന്താ കാരണം? 0 0 ഈ ലൈനിലത്തെ ഒരു പോയിന്റാണ്. അപ്പം അതെടുത്താൽ നമുക്ക് ഏത് റീജിയനാണ് ഷെയ്ഡ് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലേ? ഇത് ഈ ലൈനിലത്തെ പോയിന്റാണ്. അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുമോ ഷെയ്ഡഡ് റീജിയൻ? ഇല്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? വേറെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക. അപ്പം ഞാൻ എടുക്കുകയാണ് ഇവിടുത്തെ പോയിന്റ്. ഇവിടുത്തെ കോർഡിനേറ്റ് എന്താണ്? എക്സ് 10 ആണ്, വൈ 30 ആണ്. അപ്പോൾ 10 30 എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കുകയാണ്. അത് ഈ ഇനീക്വാലിറ്റിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇവിടെ എക്സ് 10 വൈ 30. അപ്പോൾ നോക്കിയേ, 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30 എന്നാണ് കിട്ടിയത്. അതെന്താണ്? കറക്റ്റാണ്. അപ്പോൾ 10 30 ഇവിടുത്തെ പോയിന്റ് ആയിരുന്നു അല്ലേ? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കറക്റ്റാണ് കിട്ടിയത്. അപ്പം എങ്ങോട്ട് ഷെയ്ഡ് ചെയ്യുക? 10 30 ഉള്ള ഭാഗത്തേക്ക് ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങോട്ടേക്കാണ് ആരോ വരിക. അപ്പോൾ ഇവിടുത്തെ ഫീസിബിൾ റീജിയൻ ഏതാ? അപ്പോൾ ഇവിടുത്തെ ഏത് റീജിയനാണ് 3 വട്ടം ഷെയ്ഡായിട്ടുള്ളത്? ഈ ഒരു കുട്ടി റീജിയൻ അല്ലേ? ഇവിടെയാണ് ഈ 3 ആരോയും വന്നിട്ടുള്ളത്. ഒരു ആരോ ഇവിടുന്ന് താഴത്തേക്ക് വരുന്നുണ്ട്, ഒരെണ്ണം ഇവിടുന്ന് മുകളിലേക്ക് പോകുന്നുണ്ട്, ആൻഡ് ഇവിടുന്ന് സൈഡിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ റീജിയനാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ. അപ്പോൾ ഇതിൻ്റെ കോർണർ പോയിൻറ്റ്സ് ഏതൊക്കെയാണ്? 0 20 0 10. പിന്നെ ഈ 2 പോയിൻറ്റ്സ് നമുക്കറിയില്ല. ഇത് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് അത് കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ പോയിന്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതെങ്ങനെ കിട്ടും? ഇത് ഈ 2 ലൈൻസിൻ്റെ ഇൻ്റർസെക്ഷനാണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ 2 ലൈൻസ് നിങ്ങൾ സോൾവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പോയിന്റ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടുത്തെ ഫസ്റ്റ് ലൈൻ എക്സ് ഈക്വൽസ് വൈ ആണ്. സെക്കൻഡ് ലൈൻ എക്സ് പ്ലസ് 3y ഈക്വൽസ് 60 ആണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, എക്സ് ഈക്വൽസ് വൈ ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ എക്സിൻ്റെ പ്ലേസിൽ വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? y പ്ലസ് 3y ഇസ് 4y ദാറ്റ് ഇസ് ഈക്വൽ ടു 60. ഇതിൽ നിന്ന് y എന്ത് കിട്ടും? 60/4 ദാറ്റ് ഇസ് ഈക്വൽ ടു 15. വാല്യൂ ഓഫ് y എന്താണ്? 15 ആണ്. ഇവിടെ നമുക്ക് 15 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിൽ നിന്ന് വാല്യൂ ഓഫ് എക്സും എന്ത് കിട്ടും? 15 തന്നെയാണ്. ഇവിടുത്തെ പോയിന്റ് എന്താ? 15,15 ആണ്. നല്ല എളുപ്പമല്ലേ? അതിവിടെ എഴുതാം. ഇനി നമുക്ക് ഈ പോയിന്റ് കണ്ടുപിടിക്കാം. ഇത് ഈ 2 ലൈൻസിൻ്റെ ഇൻ്റർസെക്ഷനാണ് അല്ലേ? എക്സ് ഈക്വൽസ് വൈൻ്റെയും അതേപോലെ തന്നെ എക്സ് പ്ലസ് വൈ ഈക്വൽസ് 10-ൻ്റെയും ഇൻ്റർസെക്ഷനാണ്. ഇവിടെ എന്ത് ചെയ്യുക? ഈ എക്സിൻ്റെ പ്ലേസിൽ വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2y ഈക്വൽസ് 10. അപ്പോൾ അതിൽ നിന്ന് y ഈക്വൽസ് 10/2 ദാറ്റ് ഇസ് 5. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 5. അപ്പോൾ വാല്യൂ ഓഫ് എക്സും എന്ത് കിട്ടും? 5 തന്നെയാണ് കിട്ടുക. അപ്പോൾ നമ്മുടെ പോയിൻറ്റ്സ് എന്താണ്? ദാറ്റ് ഇസ് ഈക്വൽ ടു 5,5. അപ്പോൾ നമുക്ക് ഈ 4 കോർണർ പോയിൻറ്റ്സും കിട്ടി. ഇനി നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ കോർണർ പോയിൻറ്റ്സ് ആൻഡ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താ? z ഈക്വൽസ് 3x പ്ലസ് 9y.
അപ്പോൾ കറക്റ്റായിട്ട് പോയിൻറ്റ്സ് ഒക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വൺ ഇസ് 0, 10, സെക്കൻഡ് ഇസ് 5, 5, തേർഡ് ഇസ് 15, 15, ഫോർത്ത് ഇസ് 0, 20. ഇനി ജസ്റ്റ് ഈ പോയിൻറ്റ്സ് ഒക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വൺ ഇസ് 0, 10. എക്സിൻ്റെ പ്ലേസിൽ 0, വൈയുടെ പ്ലേസിൽ 10. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 9 into 10 that is 90. നെക്സ്റ്റ് വൺ ഇസ് 5, 5. എക്സിൻ്റെ പ്ലേസിലും 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വൈയുടെ പ്ലേസിലും 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 60 ആണ് കിട്ടുക. ഓക്കെ, 3 into 5 that is 15 പ്ലസ് 9 into 5 that is 45. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 60 ആണ് കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് 15, 15. അപ്പോൾ എന്ത് ചെയ്യുക? എക്സിൻ്റെ പ്ലേസിലും വൈൻ്റെ പ്ലേസിലും 15 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 3 into 15 പ്ലസ് 9 into 15. അത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 180 ആണ് കിട്ടുക. നെക്സ്റ്റ് വൺ ഇസ് 0, 20. അപ്പോൾ എക്സിൻ്റെ പ്ലേസിൽ 0, വൈയുടെ പ്ലേസിൽ 20 ആണ് വരിക. ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 180 തന്നെയാണ് കിട്ടുക. നമുക്കിവിടെ മാക്സിമം വാല്യൂം വേണം, മിനിമം വാല്യൂം വേണം അല്ലേ? അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഏത് പോയിന്റിലാണ് മാക്സിമം വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യുന്നത്? ഈ 2 പോയിന്റ്സിൽ അല്ലേ? ഇതിലത്തെ മാക്സിമം വാല്യൂ ഏതാ? 180 ആണ്. അപ്പോൾ ഈ 2 പോയിന്റ്സിൽ 15, 15ലും 0, 20ലും നമുക്ക് തന്നിട്ടുള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമം ആണ്. ഇനി ഏത് പോയിന്റിലാണ് മിനിമം വാല്യൂ? ഇതിലത്തെ മിനിമം ഏതാ? 60 ആണ്. ഇവിടെയാണ് മിനിമം വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ നമുക്ക് 2 പോയിൻറ്റ്സിൽ മാക്സിമം വാല്യൂ കിട്ടി അല്ലേ? 0, 20ലും 15, 15ലും. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, ഈ 2 പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്യുന്ന ഈ ലൈൻ സെഗ്മെൻറ്റിലത്തെ ഏത് പോയിൻ്റ് എടുത്താലും നിങ്ങളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നമുക്ക് 180 തന്നെയാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ അതാണ് ഒരു റിമാർക്ക് പറയാനുള്ളത്. ഒന്നുമില്ല, ഈ 2 പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്യുന്ന ഈ ലൈൻ സെഗ്മെൻറ്റിലത്തെ ഏത് പോയിൻ്റ് എടുത്ത് നിങ്ങളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നമുക്ക് മാക്സിമം വാല്യൂ, അതായത് ഇവിടുത്തെ 180 തന്നെയാണ് കിട്ടുക. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, ഇതിൻ്റെ ഒരു റിമാർക്കാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Minimize z equals 3x plus 2y subject to the constraints x plus y greater than or equal to 8, 3x plus 5y less than or equal to 15, x and y greater than or equal to 0. ഇത് നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ എന്താ ചെയ്യേണ്ടത്? ഈ കൺസ്ട്രെയിൻസ് വെച്ചിട്ട് ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് കൺസ്ട്രെയിൻ എന്താ? x plus y greater than or equal to 8. പിന്നെ ഈക്വാലിറ്റിക്ക് പകരം ഈക്വാലിറ്റി എഴുതാം. അപ്പോൾ x plus y equals 8. ഇനി നിങ്ങൾ പോയിൻറ്റ്സ് കണ്ടുപിടിക്കുക. x 0 ആവുമ്പോൾ y എന്താണ്? y equals 8. ഇനി y 0 ആവുമ്പോൾ x എന്താണ്? x equals 8. അപ്പോൾ നമ്മുടെ പോയിൻറ്റ്സ് ഏതൊക്കെയാ? 0, 8 ആൻഡ് 8, 0. നെക്സ്റ്റ് കൺസ്ട്രെയിൻ ആണ് 3x plus 5y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15. ഇനി ഈക്വാലിറ്റിക്ക് പകരം ഈക്വാലിറ്റി. ഇപ്പോൾ 3x പ്ലസ് 5y ഈക്വൽസ് 15. പോയിൻറ്റ്സ് കണ്ടുപിടിക്കുക. എക്സ് 0 ആവുമ്പോൾ y എന്താണ്? 5y ഈക്വൽസ് 15. അപ്പോൾ y ഈക്വൽസ് 15/5 ദാറ്റ് ഇസ് 3. ഇനി y 0 ആവുമ്പോൾ x എന്താണ്? 3x ഈക്വൽസ് 15. x ഈക്വൽസ് 15/3 ദാറ്റ് ഇസ് എന്താണ്? ദാറ്റ് ഇസ് 5 അല്ലേ? ഇവിടെ ഒരു 5. അപ്പോൾ നമ്മുടെ പോയിൻറ്റ്സ് ഏതൊക്കെയാ? 0, 3 ആൻഡ് 5, 0. 5, 0. ഇനി നെക്സ്റ്റ് കൺസ്ട്രെയിൻ എന്താ? എക്സ് ആൻഡ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളൊരു റീജിയൻ ഷെയ്ഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് മാത്രം ഷെയ്ഡ് ചെയ്താൽ മതി. ഇങ്ങോട്ടേക്കൊന്നും ഷെയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ കൺസ്ട്രെയിൻ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യാം. ഫസ്റ്റ് പോയിൻ്റ് ആണ് 0, 8. എക്സ് 0, വൈ 8. ഇതാണ് ആ പോയിൻറ്റ്. 8, 0.
x8y0 ഇതാണ് ആ പോയിന്റ്. ഈ രണ്ട് പോയിന്റിനെ ജോയിൻ ചെയ്തുകൊണ്ട് ലൈൻ വരയ്ക്കുക. ആൻഡ് ഈ ലൈനിൻ്റെ പേരാണ് x+y=8. ഇനി നമ്മൾ ഏത് റീജിയനാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്, അതെങ്ങനെ കണ്ടുപിടിക്കുക? എന്ത് ചെയ്താൽ മതി? ഈ ലൈനിൽ അല്ലാത്ത ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക. അപ്പം ഞാൻ എളുപ്പത്തിന് 0 0 എടുക്കുകയാണ്. എന്നിട്ട് ഈ കൺസ്ട്രെയിനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പം എക്സിൻ്റെ പ്ലേസിലും വൈയുടെ പ്ലേസിലും 0 വരും. അപ്പം നമുക്ക് എന്താ കിട്ടുക? 0 > 8 എന്നാണ് കിട്ടുക. അതെന്താണ്? തെറ്റാണ് അല്ലേ? 0 8-നേക്കാട്ടും ചെറിയ നമ്പറാണ്. ബട്ട് നമുക്കിവിടെ തെറ്റായിട്ടുള്ള ആൻസറാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്? ഈ അപ്പർ റീജിയനിലേക്കാണ് ഷെയ്ഡ് ചെയ്യേണ്ടത് അല്ലേ? 0 0 ഇവിടുത്തെ പോയിൻ്റാണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് തെറ്റാണ് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് റീജിയനിലേക്ക് നിങ്ങൾ ഷെയ്ഡ് ചെയ്യുക. അതായത് അപ്പർ റീജിയനിലേക്കാണ് ഷെയ്ഡിങ് പോവുക. ഓക്കെ, അടുത്ത പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യാം. 0 3 x0 y3 ഇതാണ് ആ പോയിൻറ്റ്. 5 0 x5 y0 ഇതാണ് പോയിൻറ്റ്. ഈ രണ്ട് പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്തുകൊണ്ട് ലൈൻ വരയ്ക്കുക. ഇനി ഇവിടെ ഏത് റീജിയനാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഇത് ചെയ്താൽ മതി. ഈ ലൈനിൽ അല്ലാത്ത ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുക്കുക. ഇവിടുത്തെ പോയിൻ്റ് എടുക്കുക, അല്ലെങ്കിൽ ഇവിടുത്തെ പോയിൻ്റ് എടുക്കുക, ഇഷ്ടമുള്ള പോയിൻ്റ്. അപ്പോൾ ഞാൻ എടുക്കുകയാണ് 0 0. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ എക്സിൻ്റെ പ്ലേസിലും വൈയുടെ പ്ലേസിലും 0 വരും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 0 < 15 എന്നാണ് കിട്ടുക. അതെന്താണ്? കറക്റ്റാണ് അല്ലേ? അപ്പോൾ ഈ 0 0 എവിടെയാണ് ഉള്ളത്? അങ്ങോട്ടേക്ക് ഷെയ്ഡ് ചെയ്യുക. ഇവിടെ താഴത്തേക്കാണ് ഷെയ്ഡിങ് വരിക. ഇവിടെ ഫീസിബിൾ റീജിയൻ ഉണ്ടോ? ഇല്ല അല്ലേ? ഈ ലൈനിൻ്റെ മുകളിലേക്കാണ് ഷെയ്ഡിങ് പോണത്, ഈ ലൈനിൻ്റെ താഴത്തേക്കാണ് ഷെയ്ഡിങ് പോണത്. ഇവിടെ ഡബിൾ ഷെയ്ഡഡ് റീജിയൻ ഇല്ല അല്ലേ? അതുകൊണ്ട് നമുക്ക് തന്നിട്ടുള്ള ഈ സിസ്റ്റത്തിന് എന്തില്ല? സൊല്യൂഷൻ ഇല്ല, ഫീസിബിൾ സൊല്യൂഷൻ ഇല്ല. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്.